കൊലപാതകങ്ങൾ നടത്താൻ CPM ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ്. അതായത് CPMകാർ കൊലപാതകം നടത്തിയാൽ RSSകാർ തിരിച്ചടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു കൊലപാതക പരമ്പര സൃഷ്ടിക്കാൻ CPM ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് TP നന്ദകുമാറിൻ്റെ വാദം. അദ്ദേഹം പറയുന്നത് മട്ടന്നൂര്, പയ്യന്നൂര്, ഇരിക്കൂര്, തളിപ്പറമ്പ് മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രിമിനൽ കേസിൽ ക്രിമിനലുകളായിട്ടുള്ള പ്രതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് CPM ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ഇതാണ് നന്ദകുമാർ പറയുന്നത്. നന്ദകുമാറെ വിശ്വസിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നന്ദകുമാർ പിന്നീട് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. പല സ്ഥലങ്ങളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് നന്ദകുമാർ ഈ കാര്യം നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നന്ദകുമാർ പറയുന്ന ഈ കാര്യത്തിന് ഞാൻ വിശ്വാസ്യത നൽകാൻ. നന്ദകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് കൊടി സുനിക്ക് തീർത്തും അനവസരത്തിൽ സർക്കാർ 30 ദിവസത്തെ പരോൾ അനുവദിക്കുന്നതിൻ്റെ അപകട സൂചന ഞാൻ നൽകുന്നത്. എന്നിട്ടും സർക്കാർ അനവസരത്തിൽ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് TP കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലായിട്ടുള്ള കൊടി സുനിക്ക് 30 ദിവസത്തെ പരോൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിൽ അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള കളമൊരുങ്ങുകയാണോ എന്നുള്ള സംശയം എനിക്കുണ്ടാവുന്നു. ആ 30 ദിവസത്തെ കൊടി സുനിക്കുള്ള പരോളും നന്ദകുമാർ പറഞ്ഞ കൃത്യമായിട്ടുള്ള വിശദ വിവരങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ എന്തോ അപകടം എവിടെയോ പതിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതക പരമ്പരകൾ അരങ്ങേറാൻ കോപ്പുകൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അഡ്വക്കേറ്റ് KM ഷാജഹാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷം എന്ന ചാനലിൽ നിന്നും പുറത്തുവിട്ട വാർത്തയിലാണ് ഇത്തരം ചില ഞെട്ടിക്കുന്ന സൂചനകളുള്ളത്. ഇതിനു മുമ്പ് തന്നെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പരാമർശിക്കുകയുണ്ടായി. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് TP നന്ദകുമാർ തൻ്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. ഇതിന് ഉപോദ്ഫലകമായി അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പെരിയ ഇരട്ടക്കൊലക്കേസിൽ ബഹുമാനപ്പെട്ട CBI കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വിധി തന്നെയാണ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാവരും തന്നെ CPMൻ്റെ പ്രമുഖരായ നേതാക്കന്മാരാണ്. CPMൻ്റെ MLA വരെ അതിലുണ്ട് എന്ന് പറയുമ്പോൾ തീർത്തും ഈ കാര്യത്തിൽ നിന്നും CPMന് തലയൂരി നിൽക്കാൻ സാധിക്കില്ല. CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും CBI അന്വേഷണം നിഷേധിക്കുന്ന അഥവാ CPM ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് CBI അന്വേഷണം അഥവാ CPM ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്നും ഏതു വിധേനയും CBI അന്വേഷണം വേണ്ട എന്ന് വയ്ക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോയി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സർക്കാർ വാദങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ ADM നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കണം, CBI അന്വേഷണം വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ADMൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. അതിനെയും സർക്കാർ കോടതിയിൽ എതിർത്തിരിക്കുന്നു, സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. സർക്കാർ അന്വേഷിച്ചാൽ ഇത് കൃത്യമായി പുറത്തു വരും. നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതിയാകും. അതുകൊണ്ട് CBI അന്വേഷണം വേണ്ട എന്നുള്ള തരത്തിലാണ് പോലീസും സർക്കാരും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്നാൽ പെരിയ കൊലക്കേസിൻ്റെ വിധി വന്നതിന് ശേഷം കണ്ണൂരിൽ ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് TP നന്ദകുമാറും പ്രതിപക്ഷം ചാനലിൽ നിന്നും KM ഷാജഹാനും ഇപ്പോൾ വീഡിയോകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ വാർത്ത ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് TP നന്ദകുമാർ കണ്ണൂരിൽ വൈകാതെ തന്നെ രാഷ്ട്രീയ കൊലപാതക പരമ്പരകൾ ആരംഭിക്കും എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് KM ഷാജഹാൻ പറയുന്നത്. അദ്ദേഹം ആ വീഡിയോയിൽ TP നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിന് ശേഷം കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുകയാണോ എന്നുള്ള സംശയമാണ് ഇതിലൂടെ ബലപ്പെടുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ പൊതുജനത്തെ ഭീതിയിലാഴ്ത്തുവാൻ വേണ്ടി പറയുന്നതല്ല. എന്നാൽ ചില വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തിറക്കുന്നത് എന്നാണ് KM ഷാജഹാനും TP നന്ദകുമാറും പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട്
ജയിലിൽ കഴിയുന്ന കണ്ണൂർ തവനൂർ ജയിലിൽ കഴിയുന്ന കൊടി സുനിയെ 30 ദിവസത്തെ പരോളിന് അനുവദിച്ചുകൊണ്ട് ജയിൽ DGP ഉത്തരവിടുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കൊടി സുനിയുടെ മാതാവ് തനിക്ക് ശ്വാസം മുട്ടലുണ്ടെന്നും തനിക്ക് തൻ്റെ മകനെ കണ്ടിട്ട് കുറേ നാളുകളായി 6 വർഷമായി മകനെ കണ്ടിട്ട് അതുകൊണ്ട് തനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്, തൻ്റെ മകനെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കണം, മനുഷ്യാവകാശ കമ്മീഷന് ഇങ്ങനെയാണ് കൊടി സുനിയുടെ അമ്മ ഒരു കത്ത് കൊടുത്തിരുന്നത്. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചു, ജയിലിൽ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ റെക്കമെൻഡേറ്ററി ബോർഡാണ്. ഒരു കാരണവശാലും അവർ പറയുന്ന കാര്യങ്ങൾ സർക്കാരോ അല്ലെങ്കിൽ ജയിൽ DGPയോ അംഗീകരിക്കണം എന്നില്ല. എന്നിട്ടും കൊടി സുനിക്ക് പരോൾ കൊടുക്കുന്നതിൽ മനുഷ്യാവകാശ പരിഗണന കൊടുക്കാമോ എന്നുള്ളതാണ് സർക്കാരിനോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോഴും കൊടി സുനിയുടെ അമ്മ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷയിൽ മനുഷ്യാവകാശം പരിഗണിക്കണം എന്ന് കമ്മീഷൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ജയിൽ DGPക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ എവിടെ നിന്നാണ് അധികാരം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ മാത്രമാണ് ഇതിൽ മനുഷ്യാവകാശം പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഒരു കാരണവശാലും അതിന് ഉത്തരവിടാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച കത്തിൽ കൊടി സുനിയുടെ അമ്മ പറയുന്നത് എൻ്റെ മകൻ പുറത്തിറങ്ങിയാൽ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു കൊടും ക്രിമിനലും ആ കൊടും ക്രിമിനലിൻ്റെ അമ്മയും കൂടിയാണോ ഇത്തരം ഒരു ക്രിമിനലിന് പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അഥവാ കൊടി സുനി പുറത്തിറങ്ങിയാൽ യാതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്നുള്ള കൊടി സുനിയുടെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് എങ്ങനെയാണ് ജയിൽ DGPക്ക് കൊടി സുനിയെ പുറത്തേക്ക് ഇറക്കി വിടാൻ കഴിയുക? ഇതിന് നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതല്ലേ? നിയമപരമായ ചില വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്നും ഉറപ്പ് കിട്ടാതെ എങ്ങനെയാണ് കൊടി സുനിയെ പരോളിൽ ഇറക്കിയത് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇവിടെയാണ് TP നന്ദകുമാറും അഡ്വക്കേറ്റ് KM ഷാജഹാനും പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തിയേറുന്നത്. കണ്ണൂരിൽ മറ്റൊരു രാഷ്ട്രീയ കൊലപാതക പരമ്പര തന്നെ തുടങ്ങുന്നതിന് വേണ്ടി തന്നെയാണ് തവന്നൂർ ജയിലിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കൊടി സുനിയെ ഇപ്പോൾ ബോധപൂർവം പുറത്തേക്ക് ഇറക്കുന്നത് എന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഭീതി ഉളവാക്കുവാൻ വേണ്ടി പറയുന്നതല്ല. പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ അത്രത്തോളം വിജിലൻ്റ് ആയിരിക്കണം, ജാഗ്രത കാണിക്കണം എന്ന് തന്നെയാണ് തൻ്റെ ഈ വീഡിയോയിലൂടെ താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണത്തിന് പിന്നിൽ CPMൻ്റെ സമുന്നതരായ പലരുടെയും കൈകളുണ്ട് എന്ന് തന്നെ സംശയിക്കുന്ന സാഹചര്യത്തിൽ ADMൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീനും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയ്ക്കും കണ്ണൂർ ലോബിയിലെ ഉന്നതരായ പല നേതാക്കൾക്കും ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ADMൻ്റെ മരണവുമായി ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തെളിവുകൾ പുറത്തു വരികയാണെങ്കിൽ അത് CPMൻ്റെ അടിവേര് തന്നെ മാന്തിയെറിയും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പുറത്തു വരാൻ ഇടയുള്ള തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് CPMൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യം തന്നെയാണ്. അത്തരം ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുറത്തു വരാൻ പോകുന്ന തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അത്തരം വ്യക്തികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ കൊടി സുനിയെ പുറത്തിറക്കി വിടുന്നത് എന്ന് തന്നെയാണ് TP നന്ദകുമാറും KM ഷാജഹാനും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വൈകാതെ കണ്ണൂരിൽ കുറേ കാലമായി ഇല്ലാതിരുന്ന രാഷ്ട്രീയ കൊലപാതക പരമ്പരകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. മട്ടന്നൂർ, ഇരിക്കൂർ, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് CPM ഇനിയുള്ള കൊലപാതക പരമ്പരകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് എന്നുകൂടി TP നന്ദകുമാറിനെ ഉദ്ധരിച്ചുകൊണ്ട് KM ഷാജഹാൻ പറയുന്നു. അതായത് അടിച്ചാൽ തിരിച്ചടിക്കും, RSSനും BJPക്കും കൃത്യമായ ശക്തി ഉള്ള അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ വേരുകളുള്ള ഇടങ്ങളിലാണ് CPM കൊലപാതകം നടത്താൻ ഉദ്ദേശിക്കുന്നത് അത്രേ. കാരണം അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറയുമ്പോഴാണ് കൊലപാതക പരമ്പരകൾ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ സമാധാനാന്തരീക്ഷം അവിടെ കലുഷിതമാക്കുക, CPMന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനകീയ അടിത്തറയ്ക്ക് ഭീതി പരത്തി ഇനി ആരും CPMനെതിരെ തിരിയാത്ത വിധത്തിലുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങളാണ് അവിടെ അവർ അഴിച്ചുവിടുവാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായി തന്നെയാണ് കൊടി സുനിയെ പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ് TP നന്ദകുമാറും അഡ്വക്കേറ്റ് KM ഷാജഹാനും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ADMൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ വിശദമായ വാദം ഈ കഴിഞ്ഞ
ഡിസംബർ 12-ാം തീയതി കഴിഞ്ഞു. എന്നാൽ വിധി പറയുന്നതിന് വേണ്ടി കോടതി അത് മാറ്റിവെച്ചിരിക്കുന്നു. എന്തായാലും കോടതി അവധി കഴിഞ്ഞ് കൂടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും അതിൽ കൃത്യമായൊരു ഉത്തരവുണ്ടാകും. CBI അന്വേഷണം വരും എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് മുമ്പായിക്കൊണ്ടോ അല്ലെങ്കിൽ CBIയുടെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ തന്നെയോ കൃത്യമായ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ വീണ്ടും കൊലപാതക പരമ്പരകൾ ആരംഭിക്കും. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന CPMന്റെ അടിത്തറയിൽ ആരെങ്കിലും വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുവാൻ വേണ്ടി CPM കോപ്പ് കൂട്ടുന്നു, കൊലപാതക പരമ്പരകൾക്ക് ആക്കം കൂട്ടുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അത് ജനങ്ങൾ ജാഗരൂകരായിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വാർത്ത കൊണ്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു കൊലപാതക പരമ്പരകൾ കണ്ണൂരിൽ ഉണ്ടാകാതിരിക്കട്ടെ, ആരുടെയും രക്തം കൊണ്ട് കണ്ണൂരിൻ്റെ മണ്ണ് ചുവക്കാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കാൻ കാരണം നന്ദകുമാർ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടിസുനിയുടെ പരോളിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. നന്ദകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളും കൊടിസുനി പുറത്തേക്ക് വരുന്നതും തമ്മിൽ എന്തോ ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിന് ഈ പറഞ്ഞ ഒലാരങ്ങൊരുങ്ങുകയാണോ എന്നുള്ള സംശയം എനിക്കുള്ളത്. ഇനി ഞാൻ നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. അതിൽ നന്ദകുമാർ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയുന്നത് കണ്ണൂരിൽ വലിയ തോതിൽ CPMന്റെ പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പിന്തുണയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജനശ്രദ്ധ തിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി CPM നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സംബന്ധിച്ച് നന്ദകുമാറിന് കിട്ടിയ ചില രഹസ്യങ്ങൾ നന്ദകുമാർ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ്. എന്താ നന്ദകുമാർ പറയുന്നത്? നന്ദകുമാർ പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താൻ CPM ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ്. അതായത് CPMകാർ കൊലപാതകം നടത്തിയാൽ RSSകാർ തിരിച്ചടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു കൊലപാതക പരമ്പര സൃഷ്ടിക്കാൻ CPM ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് TP നന്ദകുമാറിൻ്റെ വാദം. അദ്ദേഹം പറയുന്നത് മട്ടന്നൂര്, പയ്യന്നൂര്, ഇരിക്കൂര്, തളിപ്പറമ്പ് മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രിമിനൽ കേസിൽ ക്രിമിനലുകളായിട്ടുള്ള പ്രതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് CPM ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ഇതാണ് നന്ദകുമാർ പറയുന്നത്. ആ ടീമിനെ ഒരു ഇന്നോവ കാർ, ഒരു ടിപ്പർ ലോറി, സ്കോർപിയോ മുതലായവ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പണവും CPM നൽകിയിരിക്കുന്നു എന്നാണ് നന്ദകുമാറിൻ്റെ വാദം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM കൊലപാതകം നടത്തിയാൽ തിരിച്ചടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൊലപാതക ശൃംഖല പരമ്പര സൃഷ്ടിക്കാനാണ് പരിപാടി. ഇതാണ് നന്ദകുമാർ പറയുന്നത്. ഞാൻ ആ കാര്യങ്ങളിൽ നന്ദകുമാറെ വിശ്വസിക്കാൻ കാര്യമെന്ന് വെച്ചാൽ നന്ദകുമാർ പിന്നീട് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. പല സ്ഥലങ്ങളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് നന്ദകുമാർ ഈ കാര്യം നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നന്ദകുമാർ പറയുന്ന ഈ കാര്യത്തിന് ഞാൻ വിശ്വാസ്യത നൽകാൻ കാരണം. നന്ദകുമാർ അടുത്ത് പറയുന്നത് എന്താണ്? വെണ്ടുട്ടായി, ഇടത്തിലമ്പലം, 3-ാം മൈൽ മുതലായിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കില്ലർ ടീം അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. അതിനുശേഷം കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു കാര്യം നന്ദകുമാർ പറയുന്നത് പാനൂരിൽ വെള്ളായി എന്ന സ്ഥലത്ത് ഈ കില്ലർ സംഘം എത്തിയിരുന്നു. അവർ നോട്ടമിട്ട RSSകാരൻ എന്തോ ഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ വിവരം CPMനുള്ളിൽ നിന്ന് തന്നെ RSS കേന്ദ്രങ്ങളെ അറിയിക്കുകയും RSSകാർ ജാഗരൂകരായി നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം, സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ എന്ന് മാത്രമല്ല. നന്ദകുമാർ അടുത്ത പറയുന്നത് എന്താണെന്നറിയാമോ? ഈ കില്ലർ സംഘം കൊളച്ചേരി എന്ന സ്ഥലത്ത് വെച്ച് കൂടിച്ചേരുകയും കൃത്യമായ ആസൂത്രണം നടത്തുകയും ചെയ്തു എന്ന് നന്ദകുമാർ പറയും. അപ്പം നന്ദകുമാർ പറയുന്ന ഈ കാര്യങ്ങളിൽ ഒരു വിശ്വാസ്യത വരുന്നത് അതിൻ്റെ സ്പെസിഫിക്സിലേക്ക്, അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, അതിലേക്ക് നന്ദകുമാർ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നന്ദകുമാർ പറയുന്നത് എന്താണ്? ഇതുപോലെ കൊല ഉണ്ടായിക്കഴിയുമ്പോൾ CPM അത് അംഗീകരിക്കില്ല, അവർ പുറത്തുനിന്നായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് പുറത്തുനിന്ന് എല്ലാ കാര്യത്തിലും ഇതിനുള്ള സഹായം നൽകുമെന്ന് പറയുന്ന നന്ദകുമാർ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇത് P ശശി, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, MV ജയരാജൻ എന്നിവർ അറിയാതെ ഇതൊന്നും നടക്കുകയില്ല, താൻ ഇത് പുറം ലോകത്തെ അറിയിക്കുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
സുഹൃത്തുക്കളെ, ഇത് വളരെ ഭീതിജനകമായിട്ടൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളെത്തി. ഇത് നന്ദകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് കൊടി സുനിക്ക് തീർത്തും അനവസരത്തിൽ സർക്കാർ 30 ദിവസത്തെ പരോൾ അനുവദിക്കുന്നതിൻ്റെ അപകട സൂചന ഞാൻ നൽകുന്നത്. കാരണം അയാൾക്ക് പരോൾ കൊടുക്കുന്നതിനെതിരായിട്ടാണ് റിപ്പോർട്ട്. അയാളുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അയാൾക്ക് ഇത് കൊടുക്കണമോ വേണ്ടയോ എന്ന് ഒന്ന് പരിശോധിക്കാനായിട്ട് സർക്കാരിൻ്റെ അടുത്ത് പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു റെക്കമെൻഡറേറ്ററി ബോഡി മാത്രമാണ്. ആ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടും സർക്കാരിന് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും സർക്കാർ അനവസരത്തിൽ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് TP കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലായിട്ടുള്ള കൊടി സുനിക്ക് 30 ദിവസത്തെ പരോൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിൽ അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള കളമൊരുങ്ങുകയാണോ എന്നുള്ള സംശയം എനിക്കുണ്ടാവുന്നു. ആ 30 ദിവസത്തെ കൊടി സുനിക്കുള്ള പരോളും നന്ദകുമാർ പറഞ്ഞ കൃത്യമായിട്ടുള്ള വിശദ വിവരങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ എന്തോ അപകടം എവിടെയോ പതിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അതുകൊണ്ട് അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള അരങ്ങൊരുങ്ങുകയാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇത് എൻ്റെ പ്രേക്ഷകരെയും പൊതുമണ്ഡലത്തെയും അറിയിക്കുന്നത് അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള അത് നടക്കാതിരിക്കുന്നതിനുള്ള ഒരു പൊതുജന ശ്രദ്ധ, ഒരു പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിജിലൻസ് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിവരം അറിയുകയും ഇത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവുകയും ചെയ്യുന്നതോടുകൂടി CPM ഇതുപോലെയുള്ള നീചമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം കാലയെ കൂട്ടി കൊടി സുനിക്ക് അനുവദിക്കപ്പെട്ട ദിവസം തന്നെ ഈ വിഷയം ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ ശ്രമിക്കുന്നത്.